ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു പഴയ ടോപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് പഴയതെന്ന് പറഞ്ഞാൽ ടൈറ്റായിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. നല്ല ഫ്ലെയർ ആയിട്ടുള്ളൊരു ടോപ്പാണിത്. അംബർല കട്ട് ടോപ്പാണ്. ഇത് വെച്ചിട്ട് ഒരു പലാസോ ആണ് ചെയ്തെടുക്കുന്നത്. ഇതുമാതിരി നമ്മൾ ടൈറ്റായിട്ട് മാറ്റി വെച്ചിട്ടുള്ള പാൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ, വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പാൻറ്റുകളൊക്കെ തയ്ച്ചെടുക്കാൻ പറ്റും. പാൻറ്റ് അല്ലെങ്കിൽ സ്കേർട്ടും തയ്ച്ചെടുക്കുക. നല്ല അംബർല സ്കേർട്ടും ഇത് വെച്ചിട്ട് തയ്ച്ചെടുക്കുക. അംബർല സ്കേർട്ട് തയ്ക്കുമ്പോൾ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു യോക്ക് ഭാഗം കട്ട് ചെയ്തിട്ട് എലാസ്റ്റിക്കിനനുസരിച്ചിട്ട് മടക്കി തയ്ച്ചിട്ട് എടുക്കുക വേണ്ടുള്ളൂ. നല്ല ചുളുങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് ഈ ഒരു ഭാഗം ഒപ്പാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഈ രണ്ട് തയ്യൽ തുമ്പും ഒപ്പായിട്ടിരിക്കണം. ഒപ്പാക്കി മടക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗവും അടിഭാഗവും കറക്റ്റായിട്ട് ഒപ്പാക്കി വെക്കണം. കാരണം ഇത് നമ്മൾ മടക്കി അടിക്കുകയൊന്നും ചെയ്യില്ല. കാരണം ഇവിടെ ഒരു ബോർഡർ ഉള്ളത് കാരണം ആ ബോർഡറോട് കൂടിയിട്ട് തന്നെയാണ് ബോട്ടം തയ്ച്ചെടുക്കുന്നത്. ഇനി ഈ ഒരു യോക്ക് ഭാഗം സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഈ ബോട്ടത്തിൻ്റെ ലെങ്ത്ത് കിട്ടുന്നത് 33 ഇഞ്ചാണ്. സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിതിൽ ബാക്കി മെഷർമെൻറ്റ്സൊക്കെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ബോട്ടം തയ്ച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ മാർക്കിംഗ് എല്ലാം ചെയ്ത് കൊടുക്കുന്നത് നല്ല പുറത്ത് തന്നെയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ റോങ് സൈഡിൽ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ അരവണ്ണം വേണ്ടത് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനൊരു 10.5 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് ഇലാസ്റ്റിക്കിനുള്ളത് വിട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ. ഞാനിപ്പോൾ ഒരു 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 1.25 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കാരണം അതൊന്ന് ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കി തയ്ച്ചിട്ടാണ് പിന്നീട് തയ്ച്ച് കൊടുക്കുക. എന്നിട്ട് ഇനി ക്രോച്ച് ലെങ്ത്ത് 9 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ 2 ഇഞ്ചാണ് ഇങ്ങോട്ട് കിട്ടുന്നത്. ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ മാർക്കിങ്. ഇനി ഇത് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ പാവാടയാണ് തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഭാഗം ഒന്ന് മടക്കി തയ്ച്ചിട്ട് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുക വേണ്ടുള്ളൂ. ക്രോച്ച് ലെങ്ത്ത് കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഒപ്പാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ വേറെ മെഷർമെൻ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 2 കാലും സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്തെടുക്കുന്നത്. സ്കേർട്ടാകുമ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു കട്ടിങ് ഇല്ല. ഒറ്റ കട്ടിങ്ങിൽ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ക്രോച്ച് ലെങ്ത്ത് രണ്ടും യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം സൈഡും കൂട്ടിയടിക്കുക. ഈ ഒരു വീതിയിലുള്ള ഇലാസ്റ്റിക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ക്രോച്ച് ലെങ്ത്ത് രണ്ടും യോജിപ്പിച്ചെടുക്കാം. എളുപ്പമാണ് തയ്ച്ചെടുക്കാൻ. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടെ ചെയ്തെടുക്കാൻ പറ്റും. ബിഗിനേഴ്സിനൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ തയ്യലൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ രീതിയിലൊക്കെ ആദ്യം ചെയ്ത് നോക്കുക. അപ്പോൾ പേടിയും മാറിക്കിട്ടും. നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഡ്രസ്സും കിട്ടും. വെറുതെ പ്ലെയിനായിട്ട് വെറുതെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ച് പോകണായിട്ട് നല്ലതാണ് ഇങ്ങനത്തെ ഒക്കെ തയ്ച്ച് പഠിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യോജിപ്പിച്ചെടുക്കാം. എപ്പോൾ തയ്ക്കുമ്പോഴും ലോക്ക് ചെയ്തിട്ട് തയ്ക്കണം. അതുപോലെ തന്നെ ഡബിൾ സ്റ്റിച്ചും ചെയ്ത് കൊടുക്കുക. രണ്ട് ക്രോച്ച് ലെങ്ത്തും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കാലിൻ്റെ ഭാഗം യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ള ഭാഗം തയ്ച്ചെടുക്കുക. 1 ഇഞ്ച് തയ്യൽ തുമ്പിൽ ഇത് തയ്ച്ചെടുക്കുക. ചൂടിനൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ നല്ല ലൂസായിട്ട് കിടക്കുന്ന ഒരു പലാസോ പാൻറ്റാണിത്. ഇതിപ്പോൾ പ്യുവർ കോട്ടൺ ആണിത്. അതിലിങ്ങനെ ഫോയിൽ പ്രിൻ്റ് ഉണ്ടെന്നുള്ളൂ. നല്ല സോഫ്റ്റ് കോട്ടൺ തന്നെയാണ്. ക്രോച്ച് ലെങ്ത്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇടാനുള്ള ഭാഗം മടക്കി തയ്ക്കാം.
ആദ്യം ഒരു മടക്ക് കൊടുത്തിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഇലാസ്റ്റിക്കിൻ്റെ വണ്ണം എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് മടക്കി കൊടുക്കുക. ഇലാസ്റ്റിക് എടുക്കുമ്പോൾ അരവണ്ണത്തിൻ്റെ 3 ഇഞ്ച് കുറവിലാണ് എടുക്കേണ്ടത്. അതാ ഞാനൊരു 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിന് മുന്നത്തെ പാൻറ്റുകളിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം മടക്കി തയ്ക്കുന്നതൊക്കെ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. ഇതാ ഇനി ഈ ഒരു ഭാഗത്ത് കൂടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. ഞാൻ 21 ഇഞ്ചാണ് ഇലാസ്റ്റിക്കിൻ്റെ നീളം എടുത്തിരിക്കുന്നത്. ഇലാസ്റ്റിക്കിൻ്റെ 2 ഭാഗവും തമ്മിൽ വെച്ചിട്ടൊന്ന് ലോക്ക് ചെയ്ത് തയ്ച്ചെടുക്കുക. നമ്മളിനി ഓപ്പണാക്കി വെച്ചിട്ടുള്ള ഒരു ഭാഗം ക്ലോസ് ചെയ്ത് തയ്ച്ച് കൊടുക്കുക. ഇതാ ബോട്ടം റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലയറിലുള്ളൊരു പലാസോ ബോട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാറ്റി വെച്ചിട്ടുള്ള ടോപ്പുകളോ അല്ലെങ്കിൽ ഇതുപോലത്തെ അംബ്രല കട്ട് സ്കേർട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഇതുമാതിരത്തെ ബോട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, നല്ല ഫ്ലെയർ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.